ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞിട്ട് ഉച്ചയ്ക്കത്തെ പരിപാടികൾ അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ഇന്ന് രാവിലെ അങ്ങനെ മഴയൊന്നും ഇല്ലായിരുന്നു, നല്ല വെയിലായിരുന്നു. എന്നാലും ഇടയ്ക്കൊന്ന് ഇരുണ്ട് വന്നായിരുന്നു. നമ്മുടെ കറിവേപ്പിലേ നിറച്ചു ഇലകളുണ്ടെങ്കിലും ചില ഇലകളൊക്കെ എന്തോ കേട് വന്നു പോകുന്ന പോലെ തോന്നുന്നുണ്ട്. എന്താണെന്നറിയില്ല. നമ്മുടെ അടുക്കള വശത്ത് നമുക്ക് തനിയെ കിളുത്ത് വന്ന പച്ചമുളകിൽ നിന്ന് കുറേ ഇങ്ങനെ പഴുത്ത് നിൽപ്പുണ്ടായിരുന്നു. പഴുത്തും പച്ചയായിട്ടൊക്കെ നിൽപ്പുണ്ട്. അപ്പോൾ ഞാൻ പഴുത്തത് മാത്രം ഒന്ന് പറിച്ചെടുക്കുക, പഴുത്തത് ഒന്ന് രണ്ട് പച്ചയൊക്കെ പറിച്ചെടുക്കുക, വെറുതെ പോകണ്ടല്ലോ. അത്യാവശ്യം ഉള്ളതുകൊണ്ട് ഞാൻ ഇങ്ങോട്ട് വരുന്നില്ലായിരുന്നു, അത് കാരണം നന്നായിട്ട് പഴുത്ത് നിൽപ്പുണ്ട്. അപ്പോൾ അതെല്ലാം പറിച്ചെടുത്തു. ചോറിന് വേണ്ടിയിട്ടുള്ള അരിയെല്ലാം ഇട്ടു, അത് നന്നായിട്ട് തിളച്ച് ഇനിയിപ്പോൾ അത് റൈസ് കുക്കറിലോ മറ്റോ ഇറക്കി വെക്കണം. ഇന്ന് ഞാൻ ഓർത്ത് കുറച്ച് ചക്കക്കുരു കിടപ്പുണ്ടായിരുന്നു, നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായ ചക്കക്കുരു കുറച്ച് കിടപ്പുണ്ടായിരുന്നു. അതും മാങ്ങായും ഇട്ടൊരു ചാറ് കറി വെക്കാവുന്നു. ചക്കക്കുരുവിൻ്റെ ഈ ഒരു തൊലി കളയരുതെന്ന് പറയുന്നുണ്ട്, ഇത് ഭയങ്കര ഔഷധ ഗുണമുള്ളതാണെന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും നമുക്ക് എളുപ്പമായി, ആ തൊലിയൊന്നും കളയുന്നില്ല. ആ ഒരു ബ്രൗൺ കളറിലെ തൊലി നമ്മൾ കളയാറില്ല ഇപ്പോൾ. പിന്നെ നല്ല പുളിയുള്ള മാങ്ങ ഫ്രിഡ്ജിൽ ഇരിപ്പുണ്ടായിരുന്നു, അതിൻ്റെ ഒരു ചെറിയ കഷ്ണം എടുത്ത് അതിലേക്ക് അരിഞ്ഞിട്ട് കൊടുത്തു. പിന്നെ നമ്മൾ അടുക്കള വശത്തുനിന്ന് പറിച്ച പച്ചമുളക് 2-3 അതിലേക്ക് ഇട്ട് കൊടുത്തു. മാങ്ങയുടെ ചെറിയ കഷ്ണം എന്ന് പറഞ്ഞാൽ മെത്തപ്പുളെന്ന് പറയത്തില്ലേ, ആ ഒരു ഭാഗം മുഴുവനും ഞാൻ നമ്മുടെ ചക്കക്കുരുവിൻ്റെ കൂട്ടത്തിൽ ഇട്ട് കൊടുത്തു. ഇനി ആവശ്യത്തിന് ഉപ്പും ഇട്ട് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചിട്ട്, നികക്കി വെച്ചിട്ട് വെള്ളവും കൂടി ഒഴിച്ചിട്ട് കുക്കറിൽ അടച്ച് വെച്ചൊരു 2-3 വിസിൽ വരുത്തിയിട്ട് ഒന്ന് വേവിച്ചെടുക്കാൻ പോവാണ്. അതിനിടയിൽ നമുക്ക് കുറച്ച് തേങ്ങ അരച്ചെടുക്കണം. അതിനായിട്ട് ഒരല്പം ഒരു പിടി തേങ്ങ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക്. എന്നിട്ട് ഒരു ചുവന്നുള്ളി ചെറുതായിട്ട് കഷ്ണങ്ങളാക്കി ഇട്ട് കൊടുത്തു. എന്നിട്ട് പെരിഞ്ജീരകമാണ് ഞാൻ ഈ ചാറ് കറിക്ക് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഒരല്പം മഞ്ഞൾപ്പൊടി ഇട്ട് നന്നായിട്ട് അരച്ചെടുക്കണം. ആ സമയത്ത് നമ്മുടെ ചക്കക്കുരുവിൻ്റെ ആവിയെല്ലാം പോയി ഇരിപ്പുണ്ട്. അത് തുറന്നപ്പോൾ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ചക്കക്കുരു മാങ്ങ നന്നായിട്ട് കലങ്ങിപ്പോയി. തൊലിയോടുകൂടിയായിരുന്നു ഞാൻ മാങ്ങ അരിഞ്ഞിട്ടിരുന്നത്, കുഴപ്പമില്ല. അപ്പോൾ ആ ഒരു അരപ്പ് നമ്മൾ ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുത്തു. എന്നിട്ട് തിളപ്പിച്ചാറിയ കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് ഇതിലേക്ക് ഒഴിച്ച് ഒന്ന് തിളപ്പിക്കേണ്ട, ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുക്കണം. ഈ ചക്കക്കുരു മാങ്ങ ഇഷ്ടമല്ലാത്തവർ വളരെ കുറവാണ് എന്നെനിക്ക് തോന്നുന്നു. നാടൻ കറികൾ ഇഷ്ടമുള്ള എല്ലാവർക്കും ഈ ചക്കക്കുരു മാങ്ങ ഇഷ്ടമാണെന്ന് തോന്നുന്നു. ഇവിടെയും വലിയ ഇഷ്ടമാണ് എല്ലാവർക്കും. അപ്പോൾ ഞാൻ പിന്നെ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചതിന് ശേഷം ഇതിലൊന്ന് കടുക് താളിച്ച് ഒഴിക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് ചെറിയൊരു പാത്രം അടുപ്പത്ത് വെച്ചിട്ട് എണ്ണ ഒഴിച്ചു. വെളിച്ചെണ്ണയാണ് ഒഴിച്ചത്. ചൂടായി കഴിയുമ്പോൾ കടുകിട്ടു, ചുവന്നുള്ളി വട്ടത്തിൽ അരിഞ്ഞതിട്ടു, ഉണക്കമുളക് ഇട്ട് കൊടുത്തു, കറിവേപ്പില ഇട്ട് കൊടുത്തു. ഇത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചിട്ട് നമ്മൾ ചക്കക്കുരു മാങ്ങ ചാറ് കറിയുടെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഈ കടുക് താളിച്ചൊഴിക്കുന്നതിൻ്റെ ഒരു മണവും രുചി എന്ന് പറഞ്ഞാൽ അതൊന്ന് വേറെ തന്നെയാണ്. എന്നിട്ട് നമ്മൾ താളിച്ച് ഒഴിച്ചതും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് അങ്ങ് അടച്ച് മാറ്റി വെക്കുകയാണ്. രാവിലെ സെമീർക്ക കുറച്ച് പഴുത്ത മാങ്ങ, നീലം മാങ്ങ ആണ് കേട്ടോ, ഇതിവിടെ ചെറിയ പഴുപ്പിൽ വാങ്ങിച്ചുകൊണ്ട് വരും. അതിങ്ങനെ വെച്ചിരുന്ന് പഴുത്തതുണ്ടെങ്കിൽ പഴുത്തതിങ്ങനെ മുറിച്ച് കഴിക്കും. നല്ല ടേസ്റ്റുള്ളൊരു മാങ്ങ ആണ്. അപ്പോൾ അതിൽ ഏകദേശം നല്ലൊരു അത്യാവശ്യം നല്ല പഴുത്തതെന്ന് തോന്നിയതെടുത്ത് ഒരെണ്ണം ഞാൻ എടുത്തു. എന്നിട്ട് അതിൻ്റെ തൊലിയെല്ലാം ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞതിന് ശേഷം ഞാനൊന്ന് നോക്കി കേട്ടോ, മധുരം ഉണ്ടോയെന്നൊന്ന് നോക്കി. അപ്പോൾ നല്ല മധുരമുണ്ട്. അപ്പോൾ നമ്മുടെ പഴുത്ത മാങ്ങ കൊണ്ട് പച്ചടിയാണ് ഞാൻ ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത്. പഴുത്ത മാങ്ങയുടെ ആ ഒരു മധുരവും പുളിയും എല്ലാം കൂടി ചേരുമ്പോൾ നല്ലൊരു ടേസ്റ്റ് അല്ലേ. അപ്പോൾ നല്ല മധുരം ഉണ്ടായിരുന്നു ഈ മാങ്ങയ്ക്ക്. അപ്പം ഞാനിങ്ങനെ ചെറുതായിട്ടരിഞ്ഞു, നമ്മൾ അച്ചാറിനൊക്കെ അരിയുന്ന പോലെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുത്തു. ഇനി ഇതിലേക്ക് നമ്മൾ മുറ്റത്തുനിന്ന് പറിച്ച പച്ചമുളകും 2 ഇട്ട് കൊടുത്തു. ഇനി കുറച്ച് മധുരം ഉള്ളതുകൊണ്ട് ഇച്ചിരി ഏറെ എരിവ് ഇരിക്കട്ടെ എന്ന് വെച്ചിട്ട് ആ എരിവ് പോരാന്നെങ്കിൽ ഒരു സാധാരണ പച്ചമുളകും കൂടി ഞാൻ വട്ടത്തിൽ അരിഞ്ഞതും കൂടി എടുത്തു വെച്ചു. അരിഞ്ഞു വെച്ചിരുന്ന മാങ്ങയും കുറച്ച് കറിവേപ്പിലയും കൂടി ഒരു ചട്ടിയിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ഒരല്പം ഉപ്പും കൂടി ഇട്ടിട്ട് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച്, വളരെ കുറച്ച്, നമ്മളത് വെന്ത് വറ്റി വരണം, ആ ഒരു പാകത്തിനുള്ള വെള്ളവും കൂടി ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് അടച്ച് വെച്ച് ഒന്ന് വേവിച്ചെടുക്കണം. വേവിച്ചിട്ട് നമ്മൾ ആ വെള്ളം മുഴുവനും വറ്റിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ സ്റ്റൗവിൽ കൊണ്ടുവച്ചിട്ട് നന്നായിട്ട് തിളച്ച് വന്നു. ഒന്ന് ഇളക്കി കൊടുത്തു. എന്നിട്ട് ആ ഒരു വെള്ളം വറ്റുന്ന വരെ നമുക്ക് വേവിച്ചെടുക്കണം. അപ്പം ലോ ഫ്ലെയിമിലിട്ട് ഇതേപോലെ അങ്ങ് വറ്റിച്ചെടുത്തത് കറക്റ്റ് പരുവത്തിൽ വറ്റി വന്നിട്ടുണ്ട്. വെള്ളമെല്ലാം വറ്റി മാങ്ങായും പച്ചമുളകും കറിവേപ്പിലയും എല്ലാം നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഇതിന് വേണ്ടിയിട്ടുള്ള അരപ്പ് എടുക്കാം. വെളുത്തുള്ളിയോ ചുവന്നുള്ളിയോ ഒന്നും നമ്മൾ ചേർക്കുന്നില്ല, തേങ്ങ മാത്രം കുറച്ച് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. ജീരകം പോലും നമ്മൾ ഇടുന്നില്ല, കുറച്ച് വെള്ളം മാത്രം ഒഴിച്ചിട്ട് ഒന്ന് അരച്ചെടുത്തിട്ട് നമ്മൾ ഈ ഒരു വെന്തിരിക്കുന്ന മാങ്ങയിലേക്ക്, പഴുത്ത മാങ്ങയിലേക്ക് ഇത് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി അതൊന്ന് തിളച്ച് വരണം. അതിനു മുന്നേ വേറെ ഐറ്റം കൂടി ഇതിൽ ചേർക്കാനുണ്ട്. നമ്മൾ കടുകൊണ്ടല്ലോ, കടുകൊന്ന് ചതച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട്. തേങ്ങയുടെ കൂട്ടത്തിലിട്ട് അരച്ചാൽ പോരെയെന്ന് ചോദിക്കും, പക്ഷേ അരഞ്ഞു കഴിയുമ്പോൾ വേറൊരു ടേസ്റ്റ് വരും.
അതുകൊണ്ട് തന്നെ നമുക്കൊന്ന് ചതച്ചെടുത്താൽ മതി. ചതച്ചിടുന്നതാണ് അതിൻ്റെ ഒരു രസം. അത് കഴിക്കാനും അതെ, കാണാനും അതെ. അപ്പോൾ ചതച്ചിടാനായിട്ട് ഞാൻ ഇതിലേക്കിട്ട്, അതായത് നമ്മുടെ ഇടിയനകത്തേക്കിട്ട് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കുകയാണ്. എന്നിട്ട് ഇതും കൂടി നമ്മൾ ആ ഒരു മിക്സിലേക്ക്, നമ്മൾ തേങ്ങ അരച്ച് ചേർത്തതും മാങ്ങായിലും ഒക്കെയുള്ള മിക്സിലേക്ക് ഇട്ട് കൊടുത്തു. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് ഉടച്ച് മിക്സ് ചെയ്തെടുക്കുകയാണ്. എന്നിട്ട് ഈ അരപ്പും മാങ്ങായും ഒന്നും കൂടി ഒന്ന് തിളയ്ക്കണം. തിളയ്ക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു മീഡിയം ഫ്ലെയിമിലിട്ട് ഇതൊന്ന് തിളപ്പിച്ചെടുക്കാൻ പോവാണ്. തിളച്ചിട്ട് നമുക്കിതൊന്ന് ആറാനായിട്ട് മാറ്റി വെക്കാം. ചൂട് പോയതിന് ശേഷം നല്ല പുളിയുള്ള തൈര് ഇതിലേക്ക് ഒഴിച്ച് കുറേശ്ശെയായിട്ട് ഒഴിച്ചിട്ട് ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കാം. നമ്മളിങ്ങനെ ഒഴിച്ച് കൂട്ടുന്ന കറിയല്ല, തൊട്ട് കൂട്ടുന്ന കറി, അതാണല്ലോ പച്ചടി. അപ്പോൾ ആ ഒരു പരുവത്തിൽ വേണം നമ്മൾ ഇതുണ്ടാക്കി എടുക്കാനായിട്ട്. ഈ സമയത്ത് ഉപ്പ് വേണം, ഇനി കുറച്ചും കൂടി ഉപ്പ് വേണമെന്ന് തോന്നുന്നെങ്കിൽ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. തൈരും ആവശ്യത്തിന് ഈ ഒരു കൺസിസ്റ്റൻസിയിലാവുന്നത് വരെ തൈരും നമുക്ക് ഒഴിച്ചു കൊടുക്കാം. പഴുത്ത മാങ്ങയുടെ ഒരു മധുരവും അതേപോലെ തന്നെ തൈരിൻ്റെ ഒരു പുളിയും കൂടെ ഒക്കെ വരുമ്പോൾ നല്ല ടേസ്റ്റാണ്. ഇതിലേക്ക് നമ്മൾ കടുക് വറുത്ത് ചേർക്കുന്നുണ്ട്. ഇതിൽ മുളകും ഒന്നും ഇടുന്നില്ല. നമ്മൾ അല്പം വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായി കഴിഞ്ഞാൽ, അതായത് പാൻ ചൂടായി കഴിഞ്ഞപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു, കടുകിട്ടു, ഉണക്കമുളകും കറിവേപ്പില ഇട്ട് അതൊന്ന് നന്നായിട്ടൊന്ന് മൂത്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഈ ഒരു പച്ചടിയുടെ മുകളിലേക്ക് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തൊന്ന് ലെവൽ ചെയ്ത് വെക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ പച്ചടിയുടെ പരിപാടി. ഇനി ഞാൻ കുറച്ച് ചെമ്മീൻ റോസ്റ്റ് ചെയ്യാൻ പോവാണ്. നേരത്തെ ഞാൻ ചെമ്മീൻ കുറച്ച് വാങ്ങിച്ചത് 1/2 കിലോ ആണ് വാങ്ങിച്ചത്. പക്ഷേ നമ്മൾ കിള്ളി വരുമ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. അത് ഒന്ന് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ക്ലീൻ ചെയ്തെന്ന് പറഞ്ഞാൽ നമ്മൾ തോടൊക്കെ കളഞ്ഞ് അതിൻ്റെ ആ ഒരു നടുവത്തെ ഭാഗം, ഞരമ്പ് പോലത്തെ സംഭവമൊക്കെ മാറ്റി കളഞ്ഞതിന് ശേഷം വെള്ളം ഒഴിച്ച് ഞാൻ ഫ്രീസറിൽ വെച്ചു. അതാകുമ്പോൾ നമുക്ക് ഫ്രഷായിട്ട് തന്നെ പിന്നീട് എടുക്കുമ്പോൾ നമുക്ക് ഫ്രഷായിട്ട് തന്നെ ഇരിക്കും. അത് നന്നായിട്ടൊന്ന് കഴുകി മാറ്റി വെച്ചു. അതിനുശേഷം ഒരു പാൻ അടുപ്പത്ത് വെച്ച് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ചതച്ചത് ഇതിലേക്ക് ഇട്ട് കൊടുത്തു. അതിൻ്റെ ഒരു നന്നായിട്ടൊന്ന് മൂത്ത് അതിൻ്റെ ഒരു പച്ചചുവ മാറുമ്പോഴത്തേനും ഒരു പകുതി തക്കാളി, വളരെ കുറച്ച് മാത്രമല്ലേ ഉള്ളൂ ചെമ്മീൻ, അതുകൊണ്ട് തന്നെ ഒരു തക്കാളിയുടെ പകുതിയും ഒരു 2 സവോളയും കൂടി ഇതേപോലെ അരിഞ്ഞത് ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. സവോള പെട്ടെന്ന് വാടാനായിട്ട് നമുക്കറിയാമല്ലോ, കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ചെറു തീയിലിട്ടൊന്ന് വഴറ്റിയെടുക്കും. സാധാരണ എല്ലാവരും ഇങ്ങനെ ചെമ്മീൻ വേറെ വേവിച്ചിട്ടൊക്കെയാണ് ചേർക്കുന്നത്. പക്ഷെ ഞാൻ ഇങ്ങനെ തന്നെയാണ് ചെയ്യുന്നത് കേട്ടോ. നന്നായിട്ട് സവോള വഴറ്റിയതിന് ശേഷം എല്ലാം ചേരുവകളെല്ലാം ചേർത്തതിന് ശേഷം അതിലേക്കാണ് ഞാൻ ചെമ്മീനിട്ട് നന്നായിട്ട് ലോ ഫ്ലെയിമിലിട്ട് ഒരു 10-20 മിനിറ്റ് അല്ലെങ്കിൽ ഒരു അരമണിക്കൂർ അടച്ചു വെച്ച് ഞാൻ വേവിക്കാറാണ് പതിവ്. നന്നായിട്ട് തന്നെ ഇരിക്കും, വേറെ കുഴപ്പങ്ങളൊന്നും വന്നിട്ടില്ല, നന്നായിട്ട് വെന്തും കിട്ടുകയും ചെയ്യും. അപ്പോൾ നമ്മുടെ സവോളയും തക്കാളിയും എല്ലാം നന്നായിട്ടൊന്ന് വഴറ്റി ഒരു ബ്രൗൺ കളർ, അതായത് ഗോൾഡൻ ബ്രൗൺ ആകുമ്പോഴത്തേനും നമുക്കിതിലേക്ക് ഒരു അല്പം മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ മുളക് പൊടിയും അല്പം മല്ലിപ്പൊടിയും 1/2 ടീസ്പൂൺ ഗരം മസാലയും കൂടി ഇട്ട് അതിൻ്റെ പച്ചചുവ മാറുന്നത് വരെ ചെറു തീയിലിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ലോ ഫ്ലെയിമിലോ മീഡിയം ഫ്ലെയിമിലോ ഇട്ട് വേണം ഇങ്ങനെ വഴറ്റിയെടുക്കാനായിട്ട്, കരിഞ്ഞു പോകാൻ പാടില്ല. ചിലർ ചെമ്മീൻ മാത്രം കുടംപുളി ഇട്ട് ആദ്യം ഒന്ന് കുക്ക് ചെയ്യും. കുക്ക് ചെയ്തതിന് ശേഷം അത് ഇതിലേക്ക് ഈ ഒരു മസാലയിലേക്ക് ഇടാറാണ് പതിവ്. പക്ഷെ ഞാനിങ്ങനെയാണ് പണ്ട് മുതലേ ചെയ്യുന്നത്, ഇങ്ങനെയാണ്. വേറെ ടേസ്റ്റ് വ്യത്യാസമോ വേവാതിരിക്കലോ അല്ലെങ്കിൽ ഗ്യാസിൻ്റെ പ്രശ്നമോ അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷെ ചിലർക്ക് ഗ്യാസിൻ്റെ പ്രശ്നം ഇത് ചിലർക്ക് അലർജി ആയിട്ടുണ്ട്. അതായത് ഈ ചെമ്മീൻ അലർജിയുള്ള ആൾക്കാർക്ക് ഇങ്ങനെ ഗ്യാസിൻ്റെ പ്രശ്നമോ അല്ലെങ്കിൽ ദേഹത്ത് ഇങ്ങനെ ചൊറിഞ്ഞ് തടിക്കുക അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മുടെ അരപ്പ് നന്നായിട്ടൊന്ന് മൂത്ത് കഴിയുമ്പോഴത്തേക്കും ചെമ്മീൻ ഇട്ടിട്ട് ഇനി ഞാൻ ലോ ഫ്ലെയിമിലും മീഡിയം ഫ്ലെയിമിലും ഇട്ട് അടച്ച് വെച്ചിട്ട് ഒരു അരമണിക്കൂർ വേവിച്ചെടുക്കുകയാണ്. അടച്ചു വെച്ചതിന് ശേഷം ഞാൻ ഇടയ്ക്കിടയ്ക്ക് വന്നൊന്ന് ഇളക്കി കൊടുത്തിട്ട് അടിയിൽ കരിഞ്ഞ് പിടിക്കാതിരിക്കാൻ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്ത് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാൻ പോവാണ്. കണ്ടോ, ആ ചെമ്മീനകത്തിലെ ആ ഒരു വെള്ളം ഇറങ്ങി നമ്മുടെ അരപ്പിലേക്ക് വന്ന് ആ രീതിയിലാണ് ഇത് വെന്ത് വരുന്നത്. ലോ ഫ്ലെയിമിലിട്ട് അല്ലെങ്കിൽ മീഡിയം ഫ്ലെയിമിലിട്ട് ആകുമ്പോഴത്തേനും കരിഞ്ഞു പോകത്തുമില്ല, നന്നായിട്ട് കുക്കാവുകയും ചെയ്യും. നമ്മൾ വേറെ കുക്ക് ചെയ്ത് ചേർക്കണമെന്നുമില്ല. അപ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തു. കറക്റ്റ് പരുവത്തിൽ ആയി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ലാസ്റ്റ് നമ്മൾ കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ചെമ്മീൻ റോസ്റ്റ്, നല്ല സ്പൈസി ആയിട്ടുള്ള ചെമ്മീൻ റോസ്റ്റ് റെഡിയായി. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചെമ്മീൻ റോസ്റ്റ് റെഡിയായി. നല്ല നാടൻ കറികളൊക്കെ ആയിട്ടുള്ള നമ്മുടെ ഇന്നത്തെ ഊണ് റെഡി ആയിട്ടുണ്ട്. ഇന്നത്തെ ഊണിലെ മെയിൻ താരം ഏതാണെന്ന് ചോദിച്ചാൽ 3 പേരും ഒരേ രീതിയിൽ തന്നെ സ്കോർ ചെയ്യുന്ന ഒരാൾക്കാരാണ് അല്ലേ. ചക്കക്കുരുമാങ്ങ ആയാലും അതേപോലെ പഴുത്ത മാങ്ങ പച്ചടി ആയാലും ചെമ്മീൻ റോസ്റ്റ് ആയാലും ഒക്കെ മെയിൻ താരങ്ങളൊക്കെ തന്നെയാണ്. അപ്പോൾ ഞങ്ങൾ ചോറിടാനായിട്ട് പോവാണ്. അപ്പോൾ സാധാരണ നാടനൊരു ഊണാണ് ഇന്നത്തേത്.
കൂട്ടത്തിൽ ഇതിൻ്റെ ഈ കറികളുടെ കൂട്ടത്തിൽ ഞങ്ങൾ പപ്പടവും കൂടെ പൊരിച്ചിട്ടുണ്ടായിരുന്നു. എന്നെ സംബന്ധിച്ച് ബിരിയാണിയോ അല്ലെങ്കിൽ എന്താണ് മന്തിയോ ഒക്കെ കഴിക്കുന്നതിനേക്കാളും ഇച്ചിരി ചോറും ഇച്ചിരി ചമ്മന്തിയോ ഉണ്ടെങ്കിൽ നമ്മൾ ഹാപ്പിയായി. ഈ നമ്മുടെ നാടൻ ചോറിൻ്റെയും കറികളുടെയൊക്കെ ഒരു വില മനസ്സിലാക്കുന്നത് നമ്മൾ കേരളം വിട്ട് വേറെ നാട്ടിൽ പോകുമ്പോഴാണ് അതിൻ്റെ ഒരു വില മനസ്സിലാക്കുന്നത്. ഒരാഴ്ചയിൽ കൂടുതലൊക്കെ നിൽക്കേണ്ടി വന്നാലോ അതല്ലെങ്കിൽ എനിക്ക് പലപ്പോഴും അങ്ങനെ തോന്നിയിട്ടുണ്ട്. 2-3 ദിവസം കഴിയുമ്പോൾ നമ്മുടെ സാധാരണ ബോൾഡ് റൈസ് അല്ലെങ്കിൽ മട്ട റൈസ് സാധാരണ നമ്മുടെ ചോറും കറികളും ഒക്കെ തിന്നാനായിട്ട് ഭയങ്കര കൊതിയായിരിക്കും. അപ്പോൾ ഈ കഴിക്കുന്നത് പാത്തുട്ടിയാണ്. പിന്നെ എനിക്കാണെങ്കിൽ ഇതേപോലെ സ്റ്റീലിൻ്റെ പാത്രത്തിൽ സ്റ്റീലിൻ്റെ ഗ്ലാസ്സിൽ ചായ കുടിക്കുന്നത് സ്റ്റീലിൻ്റെ പാത്രത്തിൽ കഴിക്കുന്നതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം. അപ്പോൾ നിങ്ങളുടെയൊക്കെ ഇഷ്ടങ്ങളും കാര്യങ്ങളും ഒക്കെ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കണ്ട. നമുക്ക് അടുത്ത വീഡിയോ കാണാം. ബൈ.